പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനോട് കെ.എ. ജനീഷ് കുമാർ എം.എൽ.എ സംസാരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ 24-ന് കിട്ടി. നടപടിക്രമങ്ങൾ പാലിക്കാതെ അന്യായമായി ആളുകളെ കസ്റ്റഡിയിലെടുത്തുവന്ന എം.എൽ.എയുടെ വാദം ബലപ്പെടുകയാണ്. കേസിനെ കുറിച്ചുള്ള എം.എൽ.എയുടെ ചോദ്യങ്ങൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ ശബ്ദ സന്ദേശം നമ്മോട് പറയുന്നത്. വനംവകുപ്പിൻ്റെ വീഴ്ച കോന്നി ഡിവൈഎസ്പി ശരവിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 ബ്രേക്കിംഗ്. നിങ്ങൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തണമെങ്കിൽ അതിന് നടപടിക്രമങ്ങളുണ്ട്. ഗുണ്ടായിസം കാണിക്കുകയല്ല. അല്ലെ അതിനെ മാത്രമല്ല നിങ്ങൾ കൊണ്ടുവന്നേ, വേറെ കുറെ ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ, കെട്ടിക്കൊണ്ടുവന്നല്ലോ. അവരെ വിട്ടാൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ കൊട്ടുക വിട, നിങ്ങളെ ആരും ഉറപ്പെടുത്തി ഇവർക്കെതിരെ കേസെടുക്കണം. 11 പേരെ കരുതൽ തടങ്ക് വെച്ചു. ഇപ്പൊ അവരെ മൊഴി എടുക്കണം, അവർ വരുന്നുണ്ട്. 11 പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടിയിൽ ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. ഒരു 6 പേരല്ല, 11 പേര്. 11 പേര്. അയാൾ നിലവിൽ അറസ്റ്റിലല്ല. നിങ്ങൾ അയാളെ കസ്റ്റഡി എടുത്തപ്പോൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അയാളുടെ അടുത്ത് ഒന്ന് ചോദിച്ച് അയാൾ അതിനകത്ത് ഉണ്ടെന്ന് ഇൻവോൾവ് ആവണമെന്ന് തോന്നിയതുകൊണ്ട്. അല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ ഇൻവോൾവ് ആണോ? എടാ അയാൾ എന്ത് ഇൻവോൾവ്? എടാ അയാൾ എന്താ കുറ്റം ചെയ്തത്? അത് അയാൾ ഒരു പാവം പിടിച്ചോനെ അവിടെ വന്ന് എന്റെ ക്വസ്റ്റ്യൻ ഇത് നിയമപരമായിട്ടാണോ ഇവിടെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്? ഡിവൈഎസ്പി പറഞ്ഞു. ഇപ്പൊ നോക്കൂ റെക്കോർഡ് നോക്കൂ. എന്തൊക്കെയാണ് എന്നെക്കാട്ടി കൂടുതൽ അറിയാമല്ലോ. അതെല്ലാം അതിന് മുമ്പ് ചെയ്യണം. നിലവിൽ അയാൾ പ്രതിയല്ല, അയാളെ അറസ്റ്റും ചെയ്തിട്ടില്ല. അപ്പോ ഇയാളെ കരുതൽ തടങ്കലിലെടുത്ത് കേസെടുക്കണം. കരുതൽ തടങ്കല്ല. അല്ല, ഇപ്പൊ അയാൾ കരുതൽ തടങ്കല്ല. കരുതൽ തടങ്കല്ലല്ലേ? അതെ. അപ്പൊ അത് കേസെടുക്കണം. എന്നിട്ട് ഇയാളെ പത്തനംതിട്ട എ.വി. ജയശങ്കർ ചേരുന്നു. എ.വി. ജയശങ്കർ, ശരിക്കും എം.എൽ.എ പറഞ്ഞ കാര്യത്തിലും ചില പ്രസക്തിയുണ്ട്. എന്നാൽ എം.എൽ.എ ആണോ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നുള്ള ചോദ്യം കൂടി ബാക്കിയാകുകയും ചെയ്യും. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്.കെ.എൻ. കഴിഞ്ഞ ദിവസം പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ സംഭവിച്ച കാര്യങ്ങളുടെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇവിടെ വരുന്നത്. എം.എൽ.എ അവിടെ എത്തുന്നു, ഉദ്യോഗസ്ഥരെടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നു. അത് കുറച്ച് രൂക്ഷമായ ഭാഷയിലാണെങ്കിൽ പോലും അതിൽ ചില പ്രസക്തിയുണ്ട്. അതായത് നിയമപരമായാണോ കസ്റ്റഡിയിലെടുത്തത്, നോട്ടീസ് നൽകി ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ എം.എൽ.എ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യങ്ങൾക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഒരു മറുപടിയില്ല. കേസെടുത്തു, മഹസർ തയ്യാറാക്കുന്നു എന്ന മറുപടിയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ എം.എൽ.എ തന്നെ 11 പേരെ കസ്റ്റഡിയിൽ എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഞങ്ങൾ 6 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തതെന്നാണ്. ഈ വനംവകുപ്പിനെതിരെ സംസ്ഥാന വ്യാപകമായി ഉയരുന്നൊരു വലിയ ആക്ഷേപമാണ്. ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആളുകളെ വ്യാപകമായി കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു ആക്ഷേപം വനംവകുപ്പിനെതിരെ പൊതുവിലുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കരുതൽ തടങ്കലിലെടുത്തുന്ന ഒരു ആക്ഷേപം എം.എൽ.എ ഉന്നയിക്കുന്നുണ്ട്. ആ ആക്ഷേപം ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഡിവൈഎസ്പി, കോന്നി ഡിവൈഎസ്പി കാര്യം തത്വത്തിൽ അംഗീകരിക്കുന്ന ഈ വിഷയം പരിശോധിക്കാമെന്നും എം.എൽ.എ പറയുന്ന പോലെ പരിശോധിക്കാം പരിശോധിക്കാമെന്നും ഡിവൈഎസ്പി അവിടെ പറയുന്നുണ്ട്. തത്വത്തിൽ എം.എൽ.എ ഉന്നയിക്കുന്ന ചില കാര്യങ്ങൾ സ്ഥലത്തുള്ള ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഡിവൈഎസ്പി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊതുവിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് ഉദ്യോഗസ്ഥർ ഈ ആളുകളെ സ്ഥലത്ത് നിന്ന്, വീട്ടിൽ നിന്നുൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തു നിന്ന് എം.എൽ.എയുടെ ഒരു ആക്ഷേപവും ഇവിടെ സ്വാധീകരിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ കസ്റ്റഡിയിൽ എടുക്കപ്പെട്ട ആൾ തന്നെ പറയുന്നുണ്ട് തന്നെ കിടന്നുറങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് വിളിച്ചു കൊണ്ടുവന്നതെന്ന്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ സ്റ്റേഷനിലെത്തിയാണ് ഇത്തരത്തിൽ മൊഴി നൽകാൻ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങളുടെ മറ്റൊരു തലത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എം.എൽ.എ അവിടെ എത്തി കാര്യങ്ങൾ ചോദിക്കുകയും ഉദ്യോഗസ്ഥർ പല ചോദ്യങ്ങൾക്കും ഒരു മറുപടി പറയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങളെല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്, മറ്റു തരത്തിലുള്ള ഇതുണ്ടായിട്ടില്ല. പക്ഷേ എം.എൽ.എ ആണ് അവിടെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇയാളെ ഇറക്കിക്കൊണ്ടുപോകുന്നത്. തങ്ങൾ നിയമപരമായി തന്നെയാണ് ഇടപെട്ടത്. ഒരു ജനപ്രതിനിധിക്ക്, ഒരു എം.എൽ.എക്ക് ഇത്തരത്തിൽ ഇടപെടൽ നടത്തേണ്ട
നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ തങ്ങളുടെ തൊഴിലിനെ, തങ്ങളുടെ നിയമനിർവഹണത്തെ അത് ബാധിക്കുമെന്നൊരു ആക്ഷേപം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡിയിലെടുത്ത 6ഓളം പേർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതായത് തങ്ങളെ അന്യായമായി കസ്റ്റഡിയിലെടുത്ത് തടങ്കലിൽ പാർപ്പിച്ചു കാണിച്ചാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പരാതി പരിശോധിക്കുന്നുവെന്നാണ് പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് വന്നത്. ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ജനങ്ങളും നാട്ടുകാരൊക്കെയാണ് MLA ആണോ ഇനി വനം വകുപ്പാണോ കുറ്റക്കാരെന്ന രീതിയിൽ ഒരു വ്യക്തത ഇല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം MLA വളരെ രൂക്ഷമായാണ് പറയുന്നതെങ്കിൽ ഈ കാര്യത്തിൽ MLA കൂടുതൽ തർക്കിക്കുകയാണ്. നിയമപരമായ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് തർക്കിക്കുന്നത്. SKN.